പെണ്ണുങ്ങളായ ആണുങ്ങളെക്കാളും നല്ല തൻ്റെടമായിട്ട് പറഞ്ഞു. സ്വന്തം മക്കൾ അവർ തന്നെ വിൽക്കുകയാണ്. കുടിയമതിയില്ലാത്ത പയ്യന്മാരൊന്നും ആ ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ട. മോൾക്ക് അസറ്റാണ് കൊടുക്കുന്നത് വെച്ചാൽ അത് ബാഗിലിട്ട് കൊടുക്കുക. എന്തിനീ സ്വർണ്ണത്തിന്റെ രൂപത്തിൽ കൊടുക്കുന്നത്? അത് അവളുടെ ബാഗിലിട്ട് കൊടുക്കണം, ചെക്കൻ്റെ ബാഗിലല്ല. മറ സമയം എടുക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നാട്ടിൽ ഉറപ്പായിട്ട് സമയം എടുക്കും. സിംഗിളായിരിക്കാനാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നതെന്നൊരു റിപ്പോർട്ട് ചർച്ചയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? 2025-ലും നമ്മൾ കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ നോക്കിയാൽ അതിനുള്ള ഉത്തരം കിട്ടും. സ്ത്രീധന പീഡനം കാരണവും രൂപത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിലുള്ള പീഡനം കാരണവും ഭർതൃവീടുകളിൽ നിരവധി നവവധുമാർ മരണപ്പെടുന്നു. എവിടെയാണ് മാറ്റം വരേണ്ടത്? എന്താണ് മാറേണ്ടത്? ഈ നിറത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മണ്ടത്തനോ? കല്യാണക്കാര്യം പറയുകയാണെങ്കിൽ ആദ്യം സംസാരിക്കുന്നത് സ്ത്രീധനമാണ്. അതല്ല ആദ്യം മാറ്റണം. അത് അത്യായിരവും കാണിക്കുന്നത്. അത് മാതാപിതാക്കൾ ഒഴിവാക്കണം. ഇവരെന്തിനാണ് സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു കൊടുക്കുന്നത്? സ്വന്തം മക്കൾ അവർ തന്നെ വിൽക്കുകയാണ്. വീട്ടിൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ ജോലി ഉണ്ടോയെന്ന് സ്വന്തം ഒന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ പഠിപ്പുണ്ടോ, ഇത് രണ്ടും ആലോചിക്കണം. ജോലി വേണം, ജോലി കിട്ടിയിട്ട് കല്യാണം വീട്ടുകാരോട് പറയണം. ഞാൻ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലീസിനോട് പറയണം. ഇവർക്കാർക്കും പേടിയില്ല, നമ്മളുടെ ഭരണഘടനയെ പേടിയില്ല. ഇങ്ങനെ സംഭവിച്ചാൽ തിരിച്ച് എന്തായാലും ഇപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങും. ഇതൊക്കെ സ്വാധീനങ്ങൾ കൊണ്ട് പുറത്തിറങ്ങും എന്നുള്ള ആ ഒരു വിശ്വാസം. അതല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നോർമലാണ്. അത് പറ്റുന്നില്ല, കപ്പിൾസിന് പറ്റുന്നില്ല. അത് രണ്ട് മനുഷ്യരല്ലേ ചേരുന്നത്, അവർക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ട. കുടിയമതിയില്ലാത്ത പയ്യന്മാരൊന്നും ആ ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ട. എങ്ങനെ അറിയില്ല, കഞ്ചാവടിച്ച് കിടക്കുന്നവനും വെള്ളടിച്ച് കിടക്കുന്നവനും മാത്രം പെണ്ണുണ്ട്.